എനിക്ക് പേഴ്സണലി നല്ലൊരു ഇഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് ആരിഫ് ഹുസൈൻ. പറയാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനാണ്. എക്സ് മുസ്ലിം ആയിരുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ഒരാളാണ്. പക്ഷെ സ്വതന്ത്ര ചിന്തകൻ, നിരീശ്വരവാദി, യുക്തിവാദി എന്നൊക്കെ പറയുമ്പോൾ എല്ലാ മതങ്ങളെയും എതിർക്കേണ്ടവനാണ്. അത് ഹിന്ദു, ക്രിസ്തു, മുസ്ലിം, ഈ ലോകത്തിലുള്ള മതങ്ങൾക്കെതിരെ ശബ്ദിക്കേണ്ടവനാണ് സ്വതന്ത്ര ചിന്തകൻ എന്ന് പറഞ്ഞാൽ. പക്ഷെ ആരിഫ് ഹുസൈൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം ഇസ്ലാം മതത്തെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു ഒന്നാമത്തെ പോയിന്റാണ് എനിക്ക് ഭയങ്കര അദ്ദേഹത്തിൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം. പിന്നെ അദ്ദേഹം നല്ല മനുഷ്യനാണെന്ന് ഞാൻ പറയാൻ കാരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരാളായിരുന്നു അബൂജഹൽ. അബൂജഹൽ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കൊണ്ടുവന്നിട്ട് പ്രവാചകന്റെ കഴുത്തിൽ അണിയിപ്പിക്കുന്നുണ്ട്. തൻ്റെ നാട്ടുകാരെ കൊണ്ട് പ്രവാചകനെ കല്ലെറിയിപ്പിച്ചിട്ടുണ്ട്. പറ്റുന്ന വിധം പ്രവാചകനെ പീഡിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബിയോട് ചോദിക്കേണ്ടത്, നബിയെ, ഈ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ വെച്ചിട്ട് ഞാൻ ഈ ഒരു സമുദായത്തെ അങ്ങ് തകർത്ത് കളയട്ടെ എന്ന് ചോദിക്കുമ്പോൾ നബിതങ്ങൾ പറയുന്നുണ്ട്, വേണ്ട ജിബ്രീലെ, അവരിൽ ആരെങ്കിലും ഒരാൾ നമ്മുടെ മതത്തിലേക്ക് കടന്നു വന്നാലോ, നന്നായാലോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ നബിതങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, ഒരിക്കലും അബൂജഹലിനെ ചീത്ത മനുഷ്യന്ന് വിളിപ്പിച്ചിട്ടില്ല. ആ നിലക്ക് നമുക്ക് നോക്കുമ്പോൾ ആരിഫ് ഹുസൈൻ എന്ത് നമുക്ക് കൊടുക്കാം? അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഇസ്ലാമിനെതിരെ എത്ര മോശമായിട്ട് പ്രതികരിച്ചാലും ഒരാളെയും ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. ഒരാളെ ചീത്തയാള്, ഒരാളെ മോശക്കാരനാക്കാൻ ഈ പരിശുദ്ധ ഇസ്ലാം നമുക്ക് അനുവാദം നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ ആരിഫ് ഹുസൈൻ നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം, ആരിഫ് ഹുസൈൻ്റെ ഈ ഒരു പ്രസ്താവനകൾ കാരണത്താൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഷുഹൈബുൽ ഹൈതമിയുടെയും ആരിഫ് ഹുസൈൻ്റെ ഒക്കെ സംവാദങ്ങൾക്കടിയിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷൻ നിങ്ങൾ നോക്കിയാൽ എത്രയെത്ര മുസ്ലിങ്ങളാണ് എന്നറിയും ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നു. ഇസ്ലാം വിരോധികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്ര മനോഹരമായിരുന്നോ ഇസ്ലാം എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അതിനൊക്കെ കാരണക്കാരൻ ആരാണ്? ആരിഫ് ഹുസൈൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തെ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല മനുഷ്യനെന്ന് വിളിക്കേണ്ടി വരും. കാരണം ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനും അറിയാനൊക്കെ കാരണമായത് ആരിഫ് ഹുസൈനാണ്. സോ അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി ഇഷ്ടമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു അവതരണ ശൈലി, അതൊക്കെ ഒരു പക്ഷേ നല്ല അവതരണ ശൈലിയാണ് കേട്ടോ. നല്ല കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയുന്നത് വേണമല്ലോ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആരിഫ് ഹുസൈൻ്റെ ഈ ഒരു അദ്ദേഹത്തിൻ്റെ വീഡിയോ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് പൊട്ടത്തരങ്ങൾ ഇങ്ങനെ വിളിച്ചു വരുമ്പോൾ അത് ആസ്വദിക്കാനൊരു വേറെ വൈബാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ നോക്കുമ്പോൾ ആരിഫ് ഹുസൈൻ എന്താണ്, അടിപൊളിയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ പൊട്ടത്തരങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ വിളിച്ചു പറയുന്ന, പ്രത്യേകിച്ച് അദ്ദേഹം ഹമാസിനെതിരെയൊക്കെ തിരിഞ്ഞുകൊണ്ട് ഗസയിലുള്ള പാവപ്പെട്ട ഫലസ്തീനികൾക്കെതിരെയൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു വൈബാക്കിയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഫലസ്തീനികളെ കുറിച്ച് നമുക്കറിയല്ലോ, പാവപ്പെട്ട പിഞ്ചു മക്കളെ പോലും, സ്ത്രീകളൊക്കെ ഫോക്കസ് ചെയ്തിട്ട് കൊന്നൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം എതിർത്ത് സംസാരിക്കുമ്പോൾ, ഫലസ്തീനികൾക്കെതിരെ സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അല്പം ബുദ്ധിയുള്ള ഒരാൾക്ക്, മനുഷ്യപ്പറ്റുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് റൂട്ട് വേറെയാണ്, ഇവരുടെ ലക്ഷ്യങ്ങളൊക്കെ എന്താണ്, ഹിഡൻ അജണ്ടകളൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ ടോട്ടലി എനിക്ക് പറയാനുള്ളത്, ആരിഫ് ഹുസൈൻ കാരണത്താൽ ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഈ ഒരു സ്വതന്ത്ര ചിന്തകരുടെ പൊട്ടത്തരങ്ങൾ, ഇവർക്കുള്ളിലുള്ള ഹിഡൻ അജണ്ടകളെ കൃത്യമായി മനസ്സിലാക്കാൻ ആരിഫ് ഹുസൈൻ കാരണത്താൽ സാധിച്ചു.